എല്ലാവർക്കും വീണ്ടും അമ്മയുടെ അറിവുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനും ആദ്യമായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നോക്കാം. ഈ കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ചേച്ചിയുടെ മുടി അത്ര ഫ്രിസിയാണ് ചേച്ചി, കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യ്. ഞാൻ പോയ ബ്യൂട്ടി പാർലറിലൊക്കെ പിരിവൊക്കെ ചെയ്യാൻ പോകുമ്പോൾ അവരെന്നെ ഒത്തിരി എൻകറേജ് ചെയ്തു. പക്ഷേ എങ്കിലും നമ്മുടെ മുടി വളരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഭാഗവും അല്ലാതും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. പിന്നെ പൈസയുടെ കാര്യം അറിയാമല്ലോ, ഏറ്റവും മിനിമം 7,000, 10,000, 12,000 റുപ്പീസൊക്കെ കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റിന് വരും. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റാണ്. നമുക്ക് പൈസ ചിലവൊന്നുമില്ല, പക്ഷേ ഈ ഒരു കൊല്ലവും നിൽക്കില്ല കേട്ടോ. മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, ലെറ്റ് us do it together. ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മളത് ഇപ്പം എൻ്റെ മുടി കണ്ടല്ലോ, ഇന്നലെ ഞാൻ എണ്ണയൊക്കെ പറ്റി കുളിച്ചതാണ്. പക്ഷെ ഭയങ്കരമായിട്ട് മുടി ഇങ്ങനെ ഫ്രഷി ആയിട്ടിരിക്കുന്നത്. എൻ്റെ മുടി അങ്ങനെയാണ്. പക്ഷെ ഇതിന് നന്നായിട്ട് കണ്ടീഷണർ ഇട്ടിട്ട് പിന്നെ ഞാൻ ഈ ലീവിങ് കണ്ടീഷണർ ഇട്ടിട്ടാണ് ശരിയാക്കണത്. അപ്പോൾ ഈ കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ കുറേ കാലത്തേക്ക് നന്നായിട്ട് കിടക്കുമെന്നാണ് മനസ്സിലാക്കിയത്. പല യൂട്യൂബിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്നിരുന്നാലും എൻ്റെ ഒരു റെമഡി പലതും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കുവാണ്. അപ്പോൾ നമുക്കത് ഒരുമിച്ച് ഇതിൽ ട്രൈ ചെയ്യാം. ഇതാണ് എൻ്റെ മുടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങളെ വീണ്ടും കാണിച്ചു തരാം കേട്ടോ. കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങൾ, എൻ്റെ മുടിയുടെ കോലമൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ മുടിയിട്ടേക്കണത് കേട്ടോ. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയാമല്ലോ, അലോയ് വേറ. ദാറ്റ് ഈസ് നമ്മുടെ എല്ലായിടത്തും വളരും. ഇവിടെ ഇന്ത്യയിലും ഓൾ ഓവർ ദ വേൾഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ വെച്ചാൽ മതി. കറ്റാർ വാഴ എന്ന് മലയാളത്തിൽ പറയും. മുട്ടയുടെ വെള്ള, നേരത്തെ എടുത്തു വെച്ച മുട്ട ഉരുണ്ടങ്ങ് പോയി. ഓക്കെ, മുട്ടയുടെ വെള്ള മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റൈസും ചിയ സീഡും കൂടി നമ്മൾ കുക്ക് ചെയ്യും. കുക്ക് ചെയ്തിട്ട് നല്ല ഗുയി ലൈക്ക് നല്ല ക്രീമി ആയിട്ട് കിട്ടും. എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. ഈ അരിപ്പൊടി നമ്മൾ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്യണം കേട്ടോ. കാരണം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തത് ലമ്പായി പോകും. എന്നിട്ട് തിളപ്പിക്കണം. അതായത് നമ്മൾ കുറുക്കുണ്ടാക്കില്ലേ, പിള്ളേർക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണ പോലെ അങ്ങനെ കുറുക്കുണ്ടാക്കണം. എന്നിട്ട് ഒരു വിധം ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മുടെ ചിയ സീഡ് ആഡ് ചെയ്ത് കൊടുക്കണം. ഐ എം ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ഇൻ ഇംഗ്ലീഷ് ആസ് വെൽ because I think most of the young generation is going for all this chemical treatment. So this is how to make a natural keratin treatment at home. Keratin means protein, and hair is full of protein, so hair needs protein, not only the scalp, the hair as well. So this is 2 spoons of rice flour. Just mix with cold water and boil it, make it till like a thick paste. So when it is cooked, you need to add the chia seed. 2 spoons of chia seed. I already soaked in water for 10 minutes, so it's already bit gooey. Just cook it. Then mix 2 spoons of aloe vera gel. Then again, actually don't cook the aloe vera gel, okay? After cooling it with the chia seed and rice. So how to make natural keratin recipe for the keratin treatment at home, okay? That is what I'm doing now. This is 2 spoons of rice flour. So you can reuse cooked rice or you can use corn flour, but cooked rice you don't need to cook it again. But if it is corn flour, you need to cook like this to become a thick paste. Then add 2 spoons of chia seed. I already soaked in water. This already become gooey chia seed, flaxseed seed. It's a flaxseed seed or something, flaxseed seed. I don't know exactly English, I think what I should say. Then cook both together till it becomes thick paste. Then let it cool. Then add 2 teaspoons of aloe vera gel and the egg white and mix it. And then just apply. Before applying, you need to warm your hair. So if you already had a lukewarm shower, that's enough. Otherwise, you need to warm your hair with steam with the hot towel. This is gone a little bit more thick now. I'm going to add it now. So if it's more thick, you can add more water because it should be like a creamy consistency to make it to be applied easily.
Even 2 spoon of chia seed is become about half bowl of the. നമ്മുടെ മിശ്രിതം റെഡിയാണ്. So this is the keratin pack that I am going to apply. So this contain 2 teaspoon of just telling ingredients again. 2 teaspoon aloe vera gel, 1 egg yolk, 2 teaspoon of flaxseed seed, 2 teaspoon of rice flour. So the rice flour and flaxseed seed to be cooked to become a gooey thing like this, and it is really very gooey. So when you apply to your hair, you need to be very careful, keep your hair straight. So don't tie your hair after that. If you have aluminum foil, or you can just put the aluminum foil, make it straight, then you will get the hair straight and soft after the application. Okay. അപ്പോൾ ഞാൻ മിശ്രിതം റെഡിയാക്കി കാണിച്ചില്ല. അപ്പോൾ നമ്മുടെ മുടി എടുത്തിട്ട് ഇങ്ങനെ ടൈറ്റാക്കി ഇങ്ങനെ ചെയ്യണം കേട്ടോ. മുടി സ്ട്രൈറ്റ് ആവണമെന്ന് ആഗ്രഹമുള്ളവർക്ക്. അപ്പോൾ കണ്ടേ മുടിയും കണ്ട നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ. പിന്നെ ഇത് മടക്കാൻ പാടില്ല. നമ്മൾ തേർത്തൊക്കെ ശരിയാവും. ആക്ച്വലി നമ്മൾ ഇത് പുറത്ത് വെച്ച് ചെയ്യാനായിരിക്കും നല്ലത്. ഇവിടെ തണുപ്പായതുകൊണ്ട് എനിക്ക് പുറത്ത് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഈ നമ്മുടെ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാട്ടെ. പക്ഷേ ഞാനിപ്പോൾ അത്ര ബോധയുടെ ആവണില്ല സ്കാൽപ്പിൽ തേക്കാൻ. എനിക്ക് എൻ്റെ ഈ മുടി ബാക്കിലേക്ക് കിടക്കുന്നത് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ വലിച്ച് ഇതിനെ ഇത് കൊണ്ടു. പിന്നെ അതിനെ മടക്കാൻ പാടില്ല. പിന്നെ മുടി നീർത്തിടണം. അത് ഇച്ചിരി പണിയാണല്ലേ. അപ്പോൾ അതിന് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ബ്യൂട്ടി പാർലറൊക്കെ കാണില്ലേ, ഈ അലുമിനിയം ഫോയിൽ ചെറിയ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ ചുറ്റി വയ്ക്കാം. നിങ്ങളുള്ള മുടികളൊക്കെ ഇച്ചിരി പണി കൂടുതലാണ്. ഇങ്ങനെ ചുറ്റി വയ്ക്കാം. പരത്തത് എടുത്തിട്ട് ചുറ്റിട്ട് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യണതാ. അതാണ് വിഷയം. അടിച്ചോണ്ടി അലുമിനിയം ഫോയിൽ എനിക്ക് വേണം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഡ്രസ്സുമൊക്കെ ആവുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു സൈഡിൽ ചെയ്ത് കഴിഞ്ഞു. വീട്ടിൽ ഇങ്ങനെ ഓഫ് ഡേയിലൊക്കെ ഒരു ടൈം പാസിന് വേണ്ടി ചെയ്യാതെ നമുക്ക് ഗുണം കിട്ടും. നമുക്ക് കാശിനാകൊണ്ട് നമ്മുടെ മുടി നല്ല സ്മൂത്തായിട്ട് കിടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, കുറേച്ചെടുത്തിട്ട് ചെയ്യണം. ഇച്ചിരി മെനക്കെട്ട പണിയാണ്. ഞാനും ആദ്യം ചെയ്യണതാണ്. അപ്പം മുടി നമ്മൾ വലിച്ചിങ്ങനെ സ്ട്രെയിറ്റ് ആക്കണമെന്നേ ഉള്ളത് പറ്റുമ്പോൾ. നമുക്ക് കടക്കൂലി കഴിഞ്ഞിട്ട് ഗുണം ഉണ്ടാകുമെന്നേ. വേറെ ആൾ ചെയ്തു തരാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിക്കോട്ടെ. ഇപ്പോൾ വീട്ടിൽ ഹസ്ബൻഡിനൊക്കെ സമയം ഉണ്ടെങ്കിൽ ചെയ്തു തരാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇത് ട്രയൽ ഓർ ഇറന്ന് പറയുന്ന പോലെ ആദ്യമായിട്ട് ചെയ്ത് നോക്കണേയാണല്ലോ. നമുക്ക് നോക്കാം. ശരിയാവാണെങ്കിൽ പിന്നെ ഇത് പിന്നെയല്ലേ. അപ്പോൾ ഇനി ഞാനിതൊക്കെ പുരട്ടി കഴിഞ്ഞിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് കുളിച്ച് നിങ്ങൾ കാണിക്കാം കേട്ടോ. കുളിക്കുമ്പോൾ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുക എന്ന് പറയുന്നത്, എന്നാലും നമ്മൾ മുട്ടയൊക്കെ ചേർത്തുകൊണ്ടേ ഒരു മൈൽഡ് ഷാമ്പു വേണമെങ്കിൽ ഉപയോഗിക്കാം. ലൈക്ക് എന്താ പറയുക, ബേബി ഷാമ്പു അല്ലെങ്കിൽ വളരെ ഒട്ടും കെമിക്കലില്ലാത്ത ഷാമ്പു. നാട്ടിലേക്കാണെങ്കിൽ താഴെ ആയിരിക്കും ബെസ്റ്റ്. താഴെ ഉപയോഗിച്ചാൽ മതി. എല്ലാ മുടിയിലും തൂത്ത് കഴിയും. ഓക്കെ, അപ്പോൾ ഇപ്പം എൻ്റെ കോലം കണ്ടുമല്ലോ. ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാൻ കേട്ടോ. അരമണിക്കൂർ വെക്കണം. പ്രോബ്ലി ഇപ്പോൾ ഇതൊരു ഇവിടെ കോൾഡ് കാലാവസ്ഥയാണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കുമായിരിക്കും. അതിന് കുളിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കാണിക്കാം. അപ്പോൾ തൽക്കാലം ബൈ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാനിത് കണ്ടോ, ഈ സാധനം തേച്ച് പിടിപ്പിച്ചു നമ്മുടെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചില്ലെങ്കിൽ ഇതിങ്ങനെ നീർന്നു പോകും. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി വയ്ക്കണം. അപ്പോൾ പിന്നെ മുടി നീർന്നു പോവില്ല. പിന്നെ ഞാനിപ്പോൾ ഒരു കാര്യം നോട്ട് ചെയ്തത്, കുറച്ചുകൂടി തിക്കായിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ അതിങ്ങനെ കുറച്ചും കൂടി ഇതായിട്ടിരിക്കും. മടങ്ങി മുകളിലേക്ക് പോവില്ല. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ കാര്യം. പിന്നെ തിക്കാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അത് മാത്രമല്ല നമ്മൾ അരിക്കണമെന്നില്ല. തിക്കായി കഴിഞ്ഞാൽ ഞാനിപ്പോൾ അരിച്ചില്ല. അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. അപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് കൊണ്ടിരിക്കണമെന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ. അപ്പോൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം എങ്ങനെയാവും എന്നുള്ളത്. ഇപ്പോഴാണ് എൻ്റെ ഇപ്പോഴത്തെ കോലതാണ്. ഓക്കെ, അപ്പം നാച്ചുറൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഹെയർ നല്ല സ്മൂത്താണ്. പിന്നെ സ്ട്രെയിറ്റ്നർ ഉപയോഗിക്കുന്ന പോലെ സ്ട്രെയിറ്റ് ആവില്ല, എന്നാലും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു പരിപാടിക്ക് പോകാൻ ഒരുങ്ങിയതായിരുന്നു. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ചേട്ടൻ തൊട്ട് നോക്കി എങ്ങനെയുണ്ട്? നല്ല സ്മൂത്ത് ഉണ്ട്. ഭംഗിയുണ്ടോ? ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം.